ഇന്ന് സാധാരണ ഞങ്ങൾ ഡെന്റൽ സർജൻസ് കേൾക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. പല്ല് അടക്കാൻ പറഞ്ഞാൽ അടക്കില്ല, പല്ല് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ ക്ലീൻ ചെയ്യില്ല, ബ്രഷ് ചെയ്യാൻ പറഞ്ഞാൽ ബ്രഷ് ചെയ്യില്ല, പൽപ്പൊടി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കും. അപ്പൊ ഒരു കെയറും ഉണ്ടാവില്ല. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, ഹൈലി വെൽ ഡ്രസ്ഡ് ആയിരിക്കാം, പക്ഷെ വായ തുറന്നു കഴിഞ്ഞാൽ ഹാലിറ്റോസ്, വായ നാറ്റുണ്ടാവും, പല്ലുകളെല്ലാം പോളായിരിക്കും. ഇതെല്ലാം സംഭവിച്ചിട്ട് ഇതൊന്നും ട്രീറ്റ്മെന്റ് എടുക്കാതെ ഏറ്റവും ലാസ്റ്റിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി എന്ത് സ്വയം മല്ലയ്യ, ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. എന്തായിരിക്കും ഉത്തരം? ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇനി എന്ത് സ്വയം എന്നുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന, ഡെന്റൽ ഫീൽഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങളൊരു കുക്കിങ്ങിനെ സംബന്ധിച്ച് അത് പാചകക്കാരനോടല്ലേ ചോദിക്കേണ്ടത്. നിങ്ങളൊരു ഡ്രൈവിങ്ങിനെ സംബന്ധിച്ച് അത് ഡ്രൈവറോടല്ലേ ചോദിക്കേണ്ടത്, അല്ലെന്ന് പറയൂ. അപ്പോ വൈ ഒരു പല്ലിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഒരു ഡെന്റിസ്റ്റിനോട് നിങ്ങൾ ചോദിക്കുന്നില്ല? പല്ലിനെ സംബന്ധിച്ച് എല്ലാവരും അഭിപ്രായം പറയാണ്. അതിനോട് പഠിച്ച് അതിനോട് മേഖല ചെയ്ത ഒരാളോടും ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം ചോദിക്കുന്നില്ല. അപ്പൊ ഇതിനൊരു കുറുക്ക് വഴിയുണ്ട്. 3 മാസം കൂടുമ്പോൾ നിങ്ങൾ പല്ലുകൾ ക്ലീൻ ചെയ്യുക. എന്നതിന് ശേഷം ഡോക്ടറോട് ചോദിക്കുക, ഇനി വല്ലതും ചെയ്യാനുണ്ടോ. എല്ലാം കഴിഞ്ഞിട്ടല്ല ചോദിക്കേണ്ടത്, ഇനി എന്ത് സ്വയം മല്ലയ്യ ടു പ്രൊട്ടക്ട് മൈ ടൂത്ത്. Mind you, before asking one question, you should know whether the person is qualified to answer your question. നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആ ചോദ്യം ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങൾ ആ ചോദ്യത്തിന് മറുപടി തരാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഐ എം ഡോക്ടർ അലി, അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. താങ്ക് യു.